യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നാം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 15 ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഏകദേശം കണക്ക് കൃത്യമല്ലെങ്കിലും 10,000-ത്തിലധികം എഴുത്തുകളും പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഇവിടെ വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ പ്രാർത്ഥനയെ ഗൗരവത്തോടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെയാണ് കാണുന്നത് എന്നാണ്. നമുക്ക് ചില പ്രാർത്ഥനകൾ ഒത്തിരി ഗുണം ചെയ്യും. ചെടിക്കും മരങ്ങൾക്കൊക്കെ വളവും വെള്ളവും കൊടുക്കുന്നത് പോലെയാണത്. വളർത്തും, ജീവനുള്ളതാക്കും. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയും അതിലൂടെ കിട്ടുന്ന ദൈവകൃപയും ഗുണകരമാണ്. അതവരുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനൊക്കെ കാരണമാകും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഇവിടെ കിട്ടിയിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും കുഞ്ഞുങ്ങളെ ഓർക്കുവാണ്. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വ്യക്തിപരമായി എഴുത്ത് പൊട്ടിച്ച് എന്നും പ്രാർത്ഥിക്കുന്ന ഈ ബലിപീഠത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഗൗരവത്തോടെയാണ് കാണുന്നത്. നിങ്ങളതിനു വേണ്ടി ചെലവഴിച്ച സമയം, അതിനുവേണ്ടി മുടക്കിയ പണം, അതെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ കൂടി ഓർക്കുവാണ്. എവിടെയെല്ലാമാണോ ഇരുന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് ഈ സമയത്തു തന്നെ വചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുക: യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഓരോ കുഞ്ഞുങ്ങളെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ തന്നെ നിറച്ച് പരിശുദ്ധാത്മാവിൽ തന്നെ നയിക്കണമേ. അവർ രക്ഷപ്പെടാൻ, ഉയരങ്ങളിലെത്താൻ, കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമാകാൻ, നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി അവരെ ഒരുക്കണമേ, അവരെ പ്രയോജനപ്പെടുത്തണമേ. ആമേൻ. ഇന്ന് നമുക്ക് ദൈവവചനം കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതൽ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുക്ക് നിർത്തി. നിയമജ്ഞരും ഫരിസേയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ നടുക്ക് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. നീ എന്തു പറയുന്നു? ഇങ്ങനെയൊരു സംഭവം നടക്കുകയാണ്. ഞാൻ എന്തിനായിരിക്കും ഇത് പറഞ്ഞത്? ഈ വചനം ഈ ദിവസം എന്തിനായിരിക്കും പ്രാധാന്യത്തോടെ കൊണ്ടുവന്നത്? ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഓർത്തു, ഏതായാലും ഈ സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ കൊണ്ടുവന്നത് യേശുവിൻ്റെ അടുത്താണല്ലോ. ഏതായാലും വന്ന് ചെന്ന് നിന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ യേശുവിൻ്റെ അടുത്താണ്, പള്ളിയിലാണ് വന്ന് നിന്നത്. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവർ പറഞ്ഞു, ഇവളെ കല്ലെറിയണം, കൊല്ലണം. അതാണ് മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ 8-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോഴേ പുള്ളിക്കാരത്തിയെ കല്ലെറിഞ്ഞ് കൊന്നു എന്ന് കാണുന്നില്ല. അവർ കല്ലെറിഞ്ഞു എന്ന് കാണുന്നില്ല. അവർ മനുഷ്യരുടെ കല്ലേറ് കൊണ്ട് അവൾ മരിച്ചു, അവളെ സിമിത്തേരിയിൽ അടക്കി, ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഈ പറയുന്ന വാക്ക് മനസ്സിലിരിക്കട്ടെ. അവൾ ഏതായാലും എത്തിപ്പെട്ടത് യേശുവിൻ്റെ അടുത്തായതുകൊണ്ട് സംഭവിക്കാനിരുന്ന
സംഭവിക്കാൻ സാധ്യതയുള്ള മരണം, അപകടമരണം, അല്ലെങ്കിൽ ഒരു അപകടം, ഒരു തകർച്ച അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി, ഒരു സാക്ഷിയായിട്ട് മാറി. അപകടം മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിയമജ്ഞരും ഫരിസേയരും നല്ല ഉദ്ദേശത്തോടെയൊന്നും അല്ല അവളെ അവിടെ കൊണ്ടുവന്നത്. അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമാണ്, നിങ്ങളും ഇഷ്ടത്തോടെയാകാം, ഇഷ്ടത്തോടെ അല്ലായിരിക്കാം വചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. എന്തായാലും നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വചനമാണ്. ഏതായാലും നമ്മൾ ചെന്ന് ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് എന്ത് ഗുണം? നമ്മൾ പലരും ചോദിക്കും, ഇങ്ങനെ എന്താ ഗുണം? എന്ത് ഗുണമാണ് ഉള്ളത്? നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പല തകർച്ചകളുമാണ് ദൈവസന്നിധിയിൽ ചെന്ന് നിന്നതുകൊണ്ട് തന്നെ മാറിപ്പോയത്. ആ വ്യക്തി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? ആ വ്യക്തി ഉപവസിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. യേശുവിൻ്റെ അടുത്ത് ചെന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടവും തകർച്ചയും പരാജയവും നഷ്ടവും ഒക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ദൈവം മാറ്റിക്കളയും. ചിലപ്പോൾ ചില തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടേണ്ട സാഹചര്യത്തിലൂടെ ആയിരിക്കും പോയത്. ചിലപ്പോൾ ചില തകർച്ചകൾ വരേണ്ടതായിരുന്നു. സംഭവിക്കാൻ സാധ്യതയുള്ള പലതും ഉണ്ട് മുമ്പിൽ. അപകടം, നഷ്ടം, ചതി, വഞ്ചന, അകപ്പെട്ടു പോയത്, കുടുങ്ങിപ്പോയത്, വഴി തെറ്റിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. സംഭവിക്കാൻ സാധ്യതയുള്ള സകലതിനെയും ദൈവസന്നിധിയിൽ ചെന്ന് നിന്നു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ മാറ്റിക്കളയും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചതികളെ മാറ്റിക്കളയും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെയും മക്കളിൽ ഒരാൾ ജോലിയൊക്കെ ആയി ഒരു ദേശത്ത് പോയി. അവിടെ ചെന്നപ്പം ഇഷ്ടംപോലെ കൂട്ടുകാർ, മദ്യപിക്കാം, ലഹരിയുടെ സ്വാധീനം, സിഗരറ്റ് വലിയുടെ സ്വാധീനം എല്ലാം ഇങ്ങനെ ഉണ്ട്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ളതുപോലെ. അങ്ങനെ ഒരു ദിവസം അവന് ഡെയിലി ബ്ലെസ്സിങ് കാണാനിട വന്നത് അവൻ്റെ ശരീരത്തൊരു ചെറിയ സൈഡ് എഫക്റ്റ് പോലെ ഈ മദ്യം ഉപയോഗിച്ചത് കൊണ്ടോ ലഹരി ഉപയോഗിച്ചത് കൊണ്ടോ ഉണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ലഹരി ഉപയോഗിച്ച റിയാക്ഷൻ, ഭയങ്കര ചൊറിച്ചിൽ, ഉറങ്ങാൻ പറ്റുന്നില്ല, ആകെ പേടി, വെപ്രാളം. അപ്പോൾ അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയിലി ബ്ലെസ്സിങ് അവൻ കാണുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുവാണ്, ഇത് പാടിനി നിർത്തണം, ഇനി ഇത് വേണ്ട. അങ്ങനെ ആ വ്യക്തി ജോലി നിർത്തി ഒരു ദിവസം ലീവ് എടുത്ത് ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞതാണ്, ഞാൻ എന്തായാലും എനിക്കിവിടെ വരാൻ പറ്റിയതൊരു അത്ഭുതമായിട്ട് കാണുവാണ്. എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ അങ്ങ് പോയായിരുന്നെങ്കിൽ ചിലപ്പം നിൻ്റെ ജീവിതത്തിൽ വല്ല രോഗമോ അപകടമോ തകർച്ചയൊക്കെ വന്ന് നീ ഒന്നുമല്ലാതായനെ. നീ ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ അനർത്ഥങ്ങളോ വലിയ പരാജയങ്ങളോ നഷ്ടമോ രോഗമോ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒന്ന് ഓർത്തേ, എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഗൗരവത്തോടെ അനേകർ കാണുന്നത്? അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് കൊണ്ട്. ആരും പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിമണി പോലും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഡെയിലി ബ്ലെസ്സിങ്ങിലൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച 271 സാക്ഷ്യങ്ങളാണ് എഴുതി തന്നത്. 52 സാക്ഷ്യങ്ങളാണ് ആളുകൾ പറഞ്ഞത്. ഏകദേശം 300ഓളം സാക്ഷ്യങ്ങൾ ഒരു ദിവസം ഈ ആലയത്തിൽ വരുന്നവർ പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും ഈ ഡെയിലി ബ്ലെസ്സിങ്ങിനൊക്കെ
ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് തൊടാനിടയാകട്ടെ. ഒന്നും കൂടെ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് കേട്ടെ, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവർ നിർബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നു. വേറൊരു ഉദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നത്. അവൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ച മാറിപ്പോയി, ദുരന്തം മാറിപ്പോയി. അവൾ സാക്ഷിയായിട്ട് മാറി. നിയോഗം എഴുതി തന്നവരും ആ നിയോഗമൊക്കെ ഉള്ളത് യേശുവിൻ്റെ അടുത്താണ്. എന്നും പ്രാർത്ഥിക്കുന്ന ബലിപീഠത്തിലാണ്. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ അവിടെയാണേലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇവിടെ. കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ആരൊക്കെയോ കണ്ണുനീരോടെ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധമുള്ളൊരു മനസ്സും ഒരു മനോഭാവവും ഉള്ളതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വന്ന് പ്രാർത്ഥിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ വ്യാഴാഴ്ച വരുമ്പോൾ ആ മുഴുവൻ ശുശ്രൂഷയിൽ ഒരു നിയോഗത്തോടെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വരിക. വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും അത് നിങ്ങൾക്കൊരനുഗ്രഹമാണ്. ആഗ്രഹമുള്ളവർ ഇന്ന് വിളിച്ച് 9 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും. വിളിച്ച് ബുക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ ഏൽപ്പിച്ചു തരുന്നു. നിങ്ങളും എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചേ. എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചേ. മനസ്സിലിങ്ങനെ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ലഭിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരുകളെയും ഓർക്കുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളിന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇതൊരു ആത്മീയ കുടുംബമാണ്. ഇതൊരു കൂട്ടമല്ല, ഇതൊരു കൂട്ടായ്മയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ മാറിപ്പോകട്ടെ, അപകടങ്ങൾ മാറിപ്പോകട്ടെ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ, പരിക്കുകൾ മാറിപ്പോകട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ, നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരാനിടയാകട്ടെ, വ്യക്തികൾക്ക് മാറ്റമുണ്ടാകട്ടെ, അയൽവക്ക ബന്ധങ്ങൾ അനുഗ്രഹമാകട്ടെ, കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹമാകട്ടെ, അവരുടെ ഓർമ്മശക്തിയെ അനുഗ്രഹിക്കണമേ, ബുദ്ധിശക്തിയെ അനുഗ്രഹിക്കണമേ, സ്വഭാവത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ, അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ടാകാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഗതി മന്ദിരങ്ങളിലോ മറ്റൊരാളുടെ സഹായത്തിലോ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഓരോരുത്തരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് അനേകർ എത്തണം, അനേകർ അറിയണം, അനേകർ അതിൻ്റെ ശക്തിയും ഗുണവും അനുഭവിച്ചറിയാനിടയാകട്ടെ. നല്ല ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.